ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. റിക്കോർഡ് ചെയ്ത് ആ ഓട്ടോ കയറിയിട്ടിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഏച്ചിയുടെ മോളെ ബർത്ത്ഡേ ആയിരുന്നു, അതിന് പോവാന്ന് കേട്ടോ. അപ്പം വീട്ടിലേക്ക് അമ്മ തേങ്ങയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം അച്ഛന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, അച്ഛനും അമ്മേനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന്. അവർ വീടെല്ലാം പൂട്ടിയിട്ട് വരാമെന്നാണ്. പിന്നെ റിക്കു പിന്നെ ഓട്ടോ കണ്ടപാട് ചാടിക്കയറിയതാണ്. അങ്ങനെ ഇതാദ്യം അമ്മ വന്ന് റിക്കൂടിൻ്റെ കുപ്പിയും വെള്ളം എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ നമ്മളിത് ഓട്ടോ കയറിയിട്ട് ഓരോ വീഡിയോ ഫോട്ടോ എല്ലാം എടുക്കുവാന്നേ. റിക്കൂടൻ ചിരിക്കാനെല്ലാം ഭയങ്കര പണിയാന്ന് കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിനൊക്കെ ചിരിക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു പുഞ്ചിരി ഇങ്ങൊക്കെ അവൻ തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ വീടെല്ലാം പൂട്ടിയിട്ട് അച്ഛനും വന്നിട്ടുണ്ടേ. എൻ്റെ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്താണ് ഈ വീഡിയോ എടുത്തത്. അപ്പം നല്ല കുലുക്കമുണ്ട്, റോഡെല്ലാം ആകെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. റിക്കൊണ്ട് ഇങ്ങനെ കാറ്റെല്ലാം കൊണ്ട് നല്ല ആസ്വദിച്ചിട്ട് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പം തന്നെ റിക്കൂട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതുപോലെ ഉറങ്ങിന്. വീടെത്തി കഴിഞ്ഞാലാണ് പിന്നെ എണീച്ചതേ. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നല്ല ഒരു വൈകുന്നേരം ആയിന് പോകുമ്പോൾ. അപ്പോൾ അവൻ്റെ ഉറക്കം ശരിയായിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാ പോകുന്നുണ്ട്. ഞാനിപ്പം ഡ്രസ്സ് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ സാൻവിക്ക് വേണ്ട ഡ്രസ്സ് അതിൽ തന്നെ എടുത്ത് കേട്ടോ. പിന്നെ സനക്കുട്ടിന് വേണ്ടതും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും ഓരോ ഡ്രസ്സ് എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. അച്ഛൻ പോയി കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇത് ഏട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിപ്പം പുതുക്കിപ്പണിതതാണേ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. ഓട്ടോന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടക്കുവാണ് കേട്ടോ. പോയപാട് തന്നെ നമ്മളെ സനക്കുട്ടനും സാമ്യം വന്നിട്ട് നമ്മളെ കവറാണ് നോക്കിയത്, എന്നാൽ ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. അത് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം അമ്മയും നമ്മളെല്ലാവരും കൂട്ടി നമ്മളെ ബർത്ത്ഡേ കഴിഞ്ഞ് ഒരുക്കുവാന്നേ. അപ്പോൾ സാൻവി ഇങ്ങനെ കുഞ്ചി എന്തെല്ലോ പറയുന്നുണ്ട്. ഓളെപ്പോഴും ചോദിക്കുന്നത് നിധിമാമൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സാൻവിക്കുട്ടി എപ്പോഴും ചോദിക്കും, നിധിമാമൻ എന്താ വിളിക്കാത്തേ, നിധിമാമൻ എപ്പാ അത് കൊണ്ടുത്തരുക ഇത് കൊണ്ടുത്തരുക, അമ്മേൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ വർത്താനം പറഞ്ഞോളൂ എന്നല്ലാന്ന് സാൻവി പറയുന്നത്. അങ്ങനെ പിള്ളേരുള്ള ഇത് അടിപൊളിയായിട്ടായിരുന്നു കളിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കളക്ഷനിലുണ്ടായിരുന്നത് ഫ്രോക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം മോഡൽ വേറെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പുതിയ കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിള്ളേരെല്ലാം നല്ല കളിയാണ്. അങ്ങനെ നമ്മൾ പിന്നെ ചായ കുടിക്കാനിരുന്നു. വെറുതെ ഒരു ചായ എല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാന്ന് കേട്ടോ. പിന്നെ ഞാനും അമ്മയും ഇറങ്ങിക്കൊണ്ടാളായിട്ട് എന്തെല്ലോ വർത്താനെല്ലാം പറയുന്നുണ്ട്.
റിക്കുവിൻ്റെ എന്തോ കോമഡി തന്നെയാണ് പറയുന്നത്, പക്ഷെ എന്താ പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഇതാ വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ സാൻവീൻ്റെ മാമൻ്റെ മോളും ഒക്കെ ഗിഫ്റ്റായിട്ട് ക്യൂടെക്സും പിന്നെ നമ്മളെന്താ ലിപ്സ്റ്റിക്കെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഇതാ നെയിൽ പോളിഷെല്ലാം ഇട്ട് പിന്നെ കേക്ക് മുറിക്കുവാന്ന് കേട്ടോ. രണ്ട് കേക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്താ 2 പേരും കൂടിയിട്ട് കേക്കെല്ലാം മുറിച്ച് അങ്ങനെ തന്നെ നമ്മളിതാ കേക്കെല്ലാം കഴിക്കുന്നുണ്ട്. കൂട്ടൻ ഇതാ കേക്കെല്ലാം തിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കേക്ക് തിന്നിട്ട് മന്നപ്പനായി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ കറിയും അതുപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് വരുവാണ് ചെയ്തത്. അപ്പോൾ റിക്കൂട്ടൻ എല്ലാവരെയും കൂടെ നല്ല അടിച്ചുപൊളിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ വലിയ കരച്ചിലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല പരിചയമായിട്ട് നല്ല മോനായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിന്. പിന്നെ ഓട്ടോ കയറിയപ്പോൾ തന്നെ കുറച്ചും കൂടെ എത്തിയപ്പോൾ റിക്കൂട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിന്. അങ്ങനെ ഉറങ്ങി എന്താ അതുപോലെ കൊണ്ടുവന്ന് കിടത്തി. പിന്നെ ഒന്ന് എണീച്ചപ്പോൾ ഞാൻ അവന് ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. നമ്മൾ 9:30 കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ. എന്നിട്ട് എനിക്ക് കുറച്ച് നമ്മളെ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കലും അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോനെ ലൈക്ക് ചെയ്യുക. നിങ്ങളെ കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ കാണാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.